എടാ അളിയോ, എടാ ഒരു 300 രൂപ ഉണ്ട് എടുക്കാനായിട്ട്. ആ ശരി, നീ ഇപ്പോൾ ഇടുമോ? ആ എടാ ഒരു 100 രൂപ ഉണ്ടോ? ഇല്ല, വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. ഓ ആ ശരി. എടാ എനിക്കൊരു 50 രൂപ കടം തരുമോ? ഇല്ലടാ, ഇല്ല ഇല്ല, നാളെ തരാം. ഓ ശരി ശരി, ഇപ്പം ഇട്ടേക്കോ. ഓ ശരി. ഹലോ, എൻ്റെ പൊന്നടാവേ, ഒരു 50 രൂപയിൽ വാങ്ങിച്ചോളൂ, തരുമല്ലോ. അതിന് നീ എന്തിനാ ഇങ്ങനെ പിടയ്ക്കണത്? ഓ, നീ ഇപ്പം എന്നോട് കണക്ക് പറയാണോ? സുഫ്, ഞാൻ തന്നേക്കാം. അ, ഇന്നല്ല, ഞാൻ തരാം. എടാ തരാടേ. ശരി ശരി. ഓ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ടമ്മോ, കൊള്ളാം എന്തായാലും. ഡേ, ഇതുപോലെ 50ഉം 100ഉം ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് കിട്ടാതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ചോദിക്കാതെ പോയിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. 1000, 2000, 5000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ചോദിക്കാൻ ഒരു മടി കാണില്ല. പക്ഷേ 50 രൂപ, 100 രൂപ, 200 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ ഒരു മടി കാണിക്കും. ആ, അത്രയല്ലേ ഉള്ളൂ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിക്കും. എന്നാൽ ഇത്തരക്കാരിൽ പലരും നമ്മളെ ചൂഷണം ചെയ്യുകയാണെന്ന് നമ്മൾ അറിയില്ല. ഇവർ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ന് ഒരു 100 രൂപ മേടിക്കും, അപ്പുറത്ത് പോയിട്ട് 100 രൂപ മേടിക്കും, അടുത്ത ആളുടെ 100 രൂപ മേടിക്കും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പറയുന്ന 500, 600, 700 രൂപയൊക്കെ ഉണ്ടാക്കും. അവൻ്റെ ആവശ്യം നടക്കുകയും ചെയ്യും. ഒടുവിൽ എപ്പോഴെങ്കിലും നമുക്കൊരു അത്യാവശ്യം വന്ന് തിരിച്ച് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു 100 രൂപ കിട്ടിയാൽ അത് അത്രയും കാര്യമാണ് എന്ന് കരുതുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഈ കാശ് ചോദിച്ചാൽ, ഓ അവനൊരു 100 രൂപ എന്നോട് വന്ന് തിരിച്ചു ചോദിച്ചേക്കുന്നു, അപ്പോൾ അത്ര വിലയുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പിന് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലും കാണും. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ, ഇല്ല എന്നങ്ങ് പറയുക. ആ നേരത്തെ ചെറിയൊരു വിഷമം ഉണ്ടാവുമായിരിക്കും. ഇല്ല, കയ്യിലില്ല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ ചോദിക്കും കൊടുക്കും, ചോദിക്കും കൊടുക്കും. ഇത് തിരിച്ചു ചോദിക്കാൻ ചെല്ലുമ്പോഴോ നമ്മൾ അവരുടെ ശത്രുവായിട്ട് മാറുകയും ചെയ്യും. കടം കൊടുക്കുമ്പോൾ ഓർക്കുക, നമ്മളൊരു ശത്രുവിനെ ഉണ്ടാക്കാനുള്ള ആദ്യ പടി വയ്ക്കുകയാണെന്ന്. ഇതെല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നതല്ല, വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാതിരിക്കുന്ന ആൾക്കാർ ഉദ്ദേശിച്ച് പറയുന്നതാണ്. പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്, അല്ലേ? കടം വാങ്ങാത്ത ആൾക്കാരുമില്ല. എന്നാൽ കടം തന്നയാൾ ചോദിക്കുന്നതിന് മുന്നേ തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീണ്ടും കൊടുക്കാൻ തോന്നും. അല്ലാത്തവർ അടുത്ത പ്രാവശ്യം ചോദിച്ചാൽ നമ്മൾ ഒഴിഞ്ഞു മാറിയിരിക്കും. അപ്പോൾ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുക. പിന്നെ കടം കൊടുക്കാതിരുന്നാൽ ഒരു ശത്രുവിൻ്റെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കാം. താങ്ക് യു.